ഓം ഗുരുഭ്യോ നമഃ. ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോണത് ഗ്രഹങ്ങളുടെ വർണ്ണം, അതുപോലെ നിറം. വർണ്ണം എന്ന് പറഞ്ഞാൽ ജാതി അല്ലെങ്കിൽ ഇതാണ് നിറം, ലോഹം, രസം, ഇതൊക്കെയാണ്. ഇതെന്തിനാ വെച്ചാൽ ഇത് പ്രശ്നത്തിലും ജാതകത്തിലൊക്കെ ഇത് ആവശ്യം വരും. ജാതകത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രഹത്തിൻ്റെ ഇപ്പോൾ വ്യാഴമാണ്, വ്യാഴത്തിൻ്റെ നിറം വെളുപ്പാണ്. ഇപ്പോൾ ലഗ്നാധിപൻ വ്യാഴമാണെങ്കിൽ കുട്ടി വെളുപ്പായിരിക്കും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നമ്മൾ ഒന്ന് പ്രതിപാദിക്കുക. ജനങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ബോധവൽക്കരണം, ഈ ബോധം ഇതിനെക്കുറിച്ച് ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ നമ്മുടെ രവി, അതായത് ആദിത്യന് ക്ഷത്രിയനായ ആള്, ക്ഷത്രിയൻ. നിറം എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. ലോഹം സ്വർണം, അതുപോലെ ചെമ്പ്. രസം എന്ന് പറഞ്ഞാൽ എരിവാണ്. ചിലർക്ക് എരിവ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അയാൾക്കടെ 8ാം ഭാവത്തിൽ രവിയായിരിക്കും, 8ാം ആഹാരം. അപ്പോൾ അത് ആഹാരത്തിന് എരിവ് വലിയ ഇഷ്ടമായിരിക്കും. അയാളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്, സംസ്കൃത ഭാഷയാണ്. പിന്നെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വൈശ്യൻ. പിന്നെ നിറം വെളുപ്പ്. പിന്നെ അയാളുടെ ലോഹം എന്ന് പറഞ്ഞാൽ വെള്ളിയാണ് അയാളുടെ ലോഹം. പിന്നെ ഈ രസം ഉപ്പാണ്. ചിലർ ഉപ്പ് കുറച്ച് കൂടുതൽ കഴിക്കും. അവർക്കൊക്കെ ഈ ചന്ദ്രൻ ഭയങ്കര അനുകൂലമായിരിക്കും. അതുകൊണ്ടാണ് അവർ ഉപ്പ് വലിയ ഇഷ്ടമായിരിക്കും, ഉപ്പ്. പിന്നെ അയാളുടെ ഭാഷ, ചന്ദ്രൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ മലയാളം. ഇപ്പോൾ ജാതകത്തിൽ ഇപ്പോൾ ഈ നമ്മുടെ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുകയാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ അയാൾക്ക് മലയാളത്തിനോട് വലിയ താല്പര്യമായിരിക്കും. അങ്ങനെ. പിന്നെ ചൊവ്വ ഈ പറഞ്ഞ പോലെ ക്ഷത്രിയനാണ്. ചൊവ്വയുടെ നിറം ചുവപ്പ് നിറമാണ് ചൊവ്വയുടെ. പിന്നെ അയാളുടെ ഇതെന്ന് വെച്ചാൽ സ്വർണം, ചെമ്പ്, ഇതൊക്കെയാണ് അയാളുടെ രവിയുടെ തന്നെ. സ്വർണം ചെമ്പും ആണ് അയാളുടെ ലോഹം. പിന്നെ അയാളുടെ രസം എന്ന് പറഞ്ഞാൽ കയ്പ് രസമാണ്. പിന്നെ ഈ എന്താ പറയുക, അയാളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അറബിയാണ്. ചൊവ്വയുടെ ഭാഷ അറബിയാണ്. ഇനി ബുധൻ വൈശ്യനാണ്. അയാളുടെ വർണ്ണം, ജാതി, അത് വൈശ്യനാണ്. പിന്നെ നിറം എന്ന് പറഞ്ഞാൽ പച്ച, ഇളം പച്ച നിറം, അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ലോഹം ഈയം, അതാണ് നിറം. ഇത് ലോഹം. പിന്നെ രസം എന്ന് പറഞ്ഞാൽ ഷഡ്രസങ്ങൾ, എല്ലാ രസങ്ങളും അത് ആവാം, വിരോധമില്ല, ഒക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും ഷഡ്രസങ്ങൾ. പിന്നെ ഭാഷ ഇംഗ്ലീഷ് ഭാഷയാണ്. അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഒരു പാർട്ടി ഇവിടെ വന്നിട്ട് നമ്മോട് ചോദിച്ചപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണ്, അപ്പോൾ സ്കൂളിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാളുടെ ബുധൻ നീചത്തിലാണ്, ഇംഗ്ലീഷാണ് ബുധൻ്റെ, അപ്പോൾ അത് നീചത്തിൽ വെക്കണം, അപ്പോൾ അയാളെ മാറ്റുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കത്ര ഇഷ്ടമായില്ല. പക്ഷെ സ്കൂളിൽ നിന്ന് അതിനെ മാറ്റാണ് ചെയ്തത്. ഇനി വ്യാഴം അല്ലെങ്കിൽ ഗുരു, വ്യാഴത്തിൻ്റെ അയാൾ ബ്രാഹ്മണനാണ്. ജാതി വർണ്ണം പറയുമ്പോൾ ബ്രാഹ്മണനായിട്ട് വരും, മനസ്സിലായില്ലേ? വെളുപ്പ് നിറമാണ് വ്യാഴത്തിന്. പിന്നെ ലോഹം സ്വർണ്ണമാണ്. പിന്നെ ഈ രസം എന്ന് പറഞ്ഞാൽ മധുരമാണ് അയാളുടെ രസം. ഈ വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും മധുരത്തിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത്. പിന്നെ ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദി ഭാഷയാണ് ഇയാളുടെ ഭാഷ. ഇനി പിന്നെ ശുക്രനും ബ്രാഹ്മണൻ ആണ് ശുക്രൻ. പിന്നെ കറുപ്പ് ഇരുനിറം, അതൊക്കെയാണ് ശുക്രന്. പിന്നെ അയാളുടെ ലോഹം എന്ന് പറഞ്ഞാൽ വെള്ളിയാണ് ലോഹം. പിന്നെ ഈ രസം എന്ന് പറഞ്ഞാൽ പുളിയാണ് ശുക്രന്റെ രസം, പുളി. പിന്നെ ഈ ഭാഷ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ഭാഷ, ഏത് ഭാഷയാണ് മിക്സ്ഡ് ഭാഷയായിട്ടുള്ള ഇതാണ് അയാളുടെ ഇത്. പിന്നെ ശനിയാണ് മന്ദൻ, അയാൾ ശൂദ്രനാണ്. പിന്നെ നിറം കറുപ്പ് നിറം. പിന്നെ അയാളുടെ ലോഹം ഇരുമ്പാണ് ലോഹം. പിന്നെ രസം ചവർപ്പാണ്. പിന്നെ ഭാഷ എന്ന് പറഞ്ഞാൽ കോഡ് ഭാഷയാണ്.
പിന്നെ രാഹു കേതുവിൻ്റെ അവരും ശൂദ്രന്മാരാണ്. പിന്നെ ഈ നിറം കറുപ്പാണ്, ഇരുമ്പാണ് ലോഹം. പിന്നെ ഈ ഇതാണെങ്കിലും ഈ ചവർപ്പ് അതൊക്കെയാണ് അവർക്കും ഉള്ളത്. പിന്നെ ആംഗ്യഭാഷയാണ്, അന്യദേശ ഭാഷ, ആംഗ്യഭാഷ ഇതൊക്കെയാണ്. മാന്തിക്ക് ആംഗ്യഭാഷ, മറ്റവർക്ക് അന്യദേശ ഭാഷ. രാഹുവിനും കേതുവിനും അന്യദേശ ഭാഷയും ഗുളികന് ആംഗ്യഭാഷ. ഇതാണ് വന്നത്. ഇത് പ്രശ്നത്തിലും ജാതകത്തിലും ഒക്കെ ഇതിന് വലിയ പ്രാധാന്യം ഉണ്ട്. ഇതാണ് ഇതിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി അത് ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ് അവസ്ഥ. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, കാണാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും നിങ്ങളോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അവസ്ഥ.